എന്നെ രക്ഷിക്കൂ ഇൻസ്പെക്ടർ സാറേ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ ഇൻസ്പെക്ടർ. മിണ്ടിപ്പോകരുത്. ഞാൻ ആദ്യം നിന്നെ രക്ഷിക്കണോ അതോ എന്നെ രക്ഷിക്കണോ? ആദ്യം ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടോട്ടെ, എന്നിട്ട് വേണം എനിക്ക് നിന്നെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ. മനസ്സിലായോ? കള്ളം പറഞ്ഞ് ഞങ്ങളെ ഇവിടെ വരുത്തി കുടുക്കിയവനല്ലടാ നീ. മറക്കൂലടാ നിന്നെ ഞാൻ. സാറേ, കള്ളൻ തന്നെ നമ്മളുടെ പുറകിലാണ് സാറേ ഓടുന്നത്. അവനെ പിടിക്കാൻ വേണ്ടി അല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂതമുള്ള ഐലൻഡിലേക്ക് ഒരിക്കലും വരില്ലായിരുന്നു സാറേ. ഇത് എന്റെ ഐലൻഡാണ്, എന്റെ ഐലൻഡ്. ഇത് എനിക്ക് തിരിച്ചു വേണം. ഈ ഭൂതങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കൂ ഇൻസ്പെക്ടർ സാറേ, എന്നെ രക്ഷിക്കൂ. ഭൂതത്തിനെ ഓടിക്കാൻ ഞാനൊന്നും വലിയ മന്ത്രവാദിയല്ല. മാത്രമല്ല, ഭൂതത്തിനെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ ഒരു നിയമവും ഇല്ലതാനും. അറിയോ നിനക്ക്? ഇപ്പോഴിവിടുന്ന് നമ്മളൊക്കെ ജീവനോടെ രക്ഷപ്പെട്ടാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. പക്ഷേ നമ്മുടെ ബോട്ടൊക്കെ ഉമ്മാര് നശിപ്പിച്ചു കളഞ്ഞല്ലോ. എന്താ ചെയ്യാ? ഇനി നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും? ചമ്മക് സിംഗ്, ചായ തരൂ, എനിക്ക് ചായ തരൂ. അടിപൊളിയായിട്ടുണ്ട്. ചായയുടെ കൂടെ സ്നാക്സ് ഒന്നും തന്നില്ലല്ലോ. സ്നാക്സ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. ശരി, അത് കുഴപ്പമില്ല. ഇന്ന് നിങ്ങളെ കഴിച്ചോളാം. എവിടെയോ കേട്ടിട്ടുണ്ട് മനുഷ്യന്മാരുടെ ഇറച്ചി വളരെ രുചിയായിരിക്കുമെന്ന്. ശരി, ഇങ്ങോട്ട് വാ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. Parade stop! Parade stop! എന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് റിമോട്ട് കൺട്രോൾ ഭൂതം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഈ സ്കെലിറ്റൻ വെച്ച് ഇവിടെ വരുന്ന ഓരോരുത്തരെയും പേടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഐലൻഡിലേക്ക് കാലുകുത്താൻ തന്നെ ഒരുത്തനും ധൈര്യം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ധനിറാം ആൻഡ് ഇൻസ്പെക്ടറിനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പറയൂ? അവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. മാത്രമല്ല, അവരിവിടുന്ന് രക്ഷപ്പെട്ടു പോയാൽ എല്ലാവർക്കും അറിയും ഇവിടെ ഡയമണ്ട്സ് ഉണ്ടെന്ന്. ഞാൻ ഈ സ്പൈ മൈക്ക് ധനിറാമിന്റെ പിന്നിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ എന്ത് സംസാരിച്ചാലും അത് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. ഞാനിപ്പോ ആ ഗട്ടുവിനോടും ബട്ടുവിനോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവരുടെ ബോട്ടുമായി തണ്ണീറാമിന്റെ കൂടെ രക്ഷപ്പെടാമായിരുന്നു ഇവിടെ നിന്ന്. അവര് രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കട്ടെ. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യാം, അവര് രണ്ടുപേരുടെയും ശല്യം ഉണ്ടാവുകയുമില്ല. കൊള്ളാം, നല്ല ഐഡിയ തന്നെ. എന്താ ഇൻസ്പെക്ടർ സാറേ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറയൂ. സാർ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ഈ സൈലൻസ് എന്നെ കൊല്ലുന്നു ഇൻസ്പെക്ടർ സാറേ, കൊല്ലുന്നു. ഗട്ടുവിനോടും ബട്ടുവിനോടും ഫോൺ ചെയ്ത് ഹെൽപ്പ് ചോദിക്കൂ. അവർക്ക് മാത്രമേ നിങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിയൂ. ഫോൺ തരൂ, ഞാൻ അവരെ വിളിച്ച് നിനക്ക് തരാം. നീ സംസാരിച്ചോളൂ. ഇന്ന് സംസാരിക്കേ. ഗട്ടു ബട്ടു, ഹലോ, എന്നെ സഹായിക്കൂ, എന്നെ രക്ഷപ്പെടുത്തൂ. ഗട്ടു ബട്ടു, വന്നേ വന്നേ. ഇവിടെ നിങ്ങളെ സ്വീകരിക്കാൻ ഭൂതങ്ങൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. എന്റെ ഈശ്വരാ, ഗട്ടു, ബട്ടുവിടെ സിക്സ്ത് സെൻസ് പറയുന്നു ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. ബട്ടു, അതൊന്നും നമുക്ക് വലിയൊരു പ്രശ്നമേ അല്ല. ആ തനീറാം പേടിച്ചിരിക്കാണ്. അയാള് പറയുന്നത് അവിടെ ഭൂതം ഉണ്ടെന്നാണ്. പക്ഷെ നിനക്കറിയാവല്ലോ, ഭൂതം എന്ന് പറയുന്നത് ശരിക്കും ഇല്ല. നീ എന്താ ഈ പറയുന്നത്? ഈ കാലത്ത് പ്രേതത്തിനെ കുറിച്ച് പറയുന്നതൊക്കെ വേറെ ഒരു മണ്ടത്തരം മാത്രമാണെന്നേ. ഈ ലോകത്തിൽ ഒരു പ്രേതവും ഭൂതവും ഒന്നും ഇല്ലെന്നേ.
താങ്ക് യു. നല്ല കാര്യമായിട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ചു നേരം നിങ്ങൾ തന്നെ വണ്ടി ഓടിക്കും, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ്. ഈ കാലത്ത് ഭൂതമുണ്ട്. ഓഹോ ബട്ടു, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഭൂതം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഇത് ആരോ നമ്മളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഡ്രസ് ഇട്ടോണ്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. ഹലോ, how are you? എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇയാൾക്ക് പിന്നെ പറഞ്ഞു തരാം. ആദ്യം നിങ്ങളുടെ ഈ ഡ്രസ് ഒന്ന് ഞാൻ അഴിക്കട്ടെ. ആരാണെന്നുള്ളത് എനിക്ക് അറിയണമല്ലോ, അല്ലാതെ ഗട്ടു ഒരിക്കലും പേടിക്കില്ല. വേണ്ട വേണ്ട, എനിക്ക് ഇക്ലിയാകുന്നുണ്ട്, ഒന്ന് നിർത്തോ. ഞാനിപ്പോ നിന്നെ കഴിക്കാൻ പോവാണ്. ഭൂതമുണ്ട്. അവന്മാർക്ക് പേടി തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് അവന്മാർ തിരിച്ചു പോയിട്ടുണ്ടാവും. എന്താ നിങ്ങൾ രണ്ടുപേരും വരാൻ ഇത്രയും താമസിച്ചത്? നിങ്ങൾ രണ്ടുപേരും എന്താ നീന്തിക്കൊണ്ട് വന്നത്? എവിടെ നിങ്ങൾ വന്ന ബോട്ട്? പറ, വേഗം പറ, നിങ്ങളുടെ ബോട്ട് എവിടെയാണുള്ളത്? മൻമാനി സാർ, ഒറ്റയടിക്ക് ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാ ഉത്തരം പറയാ? ഭൂതം ബോട്ട് എടുത്തോണ്ട് പോയി. ഫസ്റ്റ് ആദ്യം ഇത് പറയൂ, നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഞങ്ങൾ എന്തിനാണ് വെറുതെ വിളിച്ചത്? എന്ത്? ഭൂതം ബോട്ട് കൊണ്ടുപോയെന്നോ? ഒരു ഭൂതം ബോട്ട് കൊണ്ടുപോയെന്ന് പറയാൻ നാണമില്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ആ ബോട്ട് കൊണ്ടുവരായിരുന്നില്ലേ? ഇനി നമ്മൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? ഞാനും കുടുങ്ങിപ്പോയല്ലോ. വിടില്ല ഞാൻ ആരെയും. എല്ലെണ്ണത്തിനെയും പിടിച്ച് ഞാൻ ജയിലിൽ അടയ്ക്കുന്നതാണ്. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് കൊതിയുണ്ടെങ്കിൽ എന്നെ ഇവിടുന്ന് രക്ഷിക്കൂ. എന്റെ ചമ്മാക് സിംഗ്, എനിക്ക് ചായ തരൂ. നോക്ക്, സ്കെലിറ്റൻ ഹോർസ് റൈഡിംഗിൽ വരുന്നു. ഓടിക്കോളൂ, ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ. കണ്ടു, ഓടിക്കോ. ഞാനും വരുന്നു. അവിടെ നിൽക്കൂ, അവിടെ നിൽക്കൂ. എനിക്ക് നിങ്ങളെ പോലെ വേഗത്തിൽ ഓടാൻ പറ്റുന്നില്ലേ? അവിടെ നിൽക്കൂ, ഞാനും വരുന്നേ. ഇതെന്താണ് ഈ കാണുന്നത്? അയ്യോ, എന്നെ തള്ളരുതേ, ഞാൻ പോലീസ് ഇൻസ്പെക്ടറാണ്. ഭൂതങ്ങളെ ഒന്ന് വിട്ടേക്കൂ. ഇത് ഭൂതമല്ല, ഇത് വവ്വാലാണ്. ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നല്ല ഐഡിയ ആണ് ബട്ടു, നമുക്ക് തീ കത്തിക്കാം. പേടി കാരണം എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നത് കണ്ടില്ലേടാ നിങ്ങള്? ചമ്മക് സിംഗ്, വേഗം എനിക്കൊരു ചായ തരൂ. മൻമാനി സാറേ, പേടിക്കല്ലേ. നിങ്ങളൊരു ഇൻസ്പെക്ടർ ആയിട്ട് ഇങ്ങനെ പേടിക്കാമോ? ഭൂതമുണ്ട് സാറേ. ചമ്മക് സിംഗ്, എന്ത് പറ്റി? ഭൂതം എന്നെ കടിച്ചു. അങ്ങനെയാണ് ഞാനും ഭൂതമായത് സാറേ. എന്നെയും കടിച്ചു കളഞ്ഞു. എന്ത്? അല്ല, അപ്പൊ ധനിറാമും ചമ്മത് സിംഗും നിങ്ങൾ രണ്ടുപേരും ഭൂതമായോ? ഞാനും കടിക്കട്ടെ സാറേ. ഞാൻ പറഞ്ഞത് തെറ്റാണ് മൻമണി സാറേ, ഭൂതങ്ങളുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഓടണം. ഓടിക്കോ. പേടിച്ച് ഓടാണ്. അവന്മാരിഞ്ഞിങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല.
ബട്ടു ബട്ടു എഴുന്നേക്ക്. ഞാൻ താഴേക്ക് പോവാണ്, കേട്ടല്ലോ. ആ വന്നോളൂ വന്നോളൂ, ചാടിക്കോ. സോറിയാ. ആണെങ്കി പോകരുത്. ആദ്യം എന്റെ ദേഹത്തൊന്ന് താഴേക്ക് ഇറങ്ങ്. ഞാനൊന്ന് കഴുതയല്ലടാ, മനസ്സിലായോ? മന്മാനി സാർ, നിയമത്തിന്റെ കൈകൾ വളരെ വലുതല്ലേ? അപ്പൊ സാറിന് ഓടിപ്പോയാ ഭൂതത്തിന് പിടിച്ചുകൂടായിരുന്നോ? നീ എന്താടാ ഒരുമാതിരി ആളെ കളിയാക്കുകയാണോ? ഞാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് അവന്റെ ഒരു തമാശ. എന്തോ ഒരു കുഴപ്പമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂതം ശരിക്കും ഉള്ളതല്ലെന്ന്. പിന്നെയും ഇവരെ കാണാൻ ശരിക്കുള്ള ഭൂതങ്ങളെ പോലെ ഉണ്ട്. എന്റെ ബട്ടുവിനൊന്നും ചെയ്യരുത്. എന്റെ ഫ്രണ്ടിനെ വെറുതെ വിടൂ. ബട്ടു, ഞാൻ എത്തിപ്പോയി. ഇനി ഒരിക്കലും എന്റെ ഫ്രണ്ടിനെ തൊട്ടുപോരുത്. ഇപ്പൊ തുറന്നില്ല. നോക്ക് കെട്ടു, എത്ര വരണ്ടെന്ന്. ഇവര് പിന്നെയും വന്നോ? ബട്ടു ബട്ടു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ബട്ടുനൊരു കുഴപ്പമില്ല, ബട്ടു പെർഫെക്റ്റ് ആണ്. പക്ഷേ ഗട്ടു, നീ നല്ലതാണ് ചെയ്തിരിക്കുന്നത്. ഭൂതങ്ങളൊക്കെ തല്ലി വിട്ടില്ലേ? എന്തോന്ന്, നീ ഭൂതങ്ങളെയൊക്കെ തല്ലിയെന്നോ? നീ എന്താണ് ഈ കാണിച്ചത്? ഇനി അവര് നമ്മളെ ഉപദ്രവിക്കാതെ വിടുവോ? നീ വേണേ നോക്കിക്കോ, അവര് നമ്മളെ ഒരിക്കലും വിടില്ല. പിന്നെ ഞാൻ നിങ്ങളെ ഒരിക്കലും വെറുതെ വിടില്ല, ഒരിക്കലും വിടില്ല. സൂപ്പർ ഗട്ടു, ബട്ടുയുടെ ഡിറ്റക്റ്റീവ് സെൻസ് പറയുന്നു ആ ഭൂതങ്ങൾ ഈ വഴിയാണ് പോയിരിക്കുന്നതെന്ന്. വാ, പോയി നമുക്ക് നോക്കാം എന്താണെന്ന്. എടാ, ഭൂതം അങ്ങോട്ട് പോയെങ്കിൽ നമുക്ക് ഇങ്ങോട്ടല്ലേ പോകേണ്ടത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. നിങ്ങളുടെ തലക്കകത്ത് എന്താ കളിമണ്ണാണോ? മന്മാനി സാറേ, ഈ ഭൂതങ്ങളുടെ മിസ്റ്ററി എന്തായാലും നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. ശരിക്കുമുള്ള ഭൂതങ്ങളാണെങ്കിൽ അവര് നമ്മളുടെ തല്ല് കിട്ടിയിട്ട് അങ്ങനെ ഓടില്ല. ഈ ഗട്ടുവും വെട്ടുവും ശരിക്കും മണ്ടന്മാര് തന്നെയാണ്. എല്ലാവരും ഭൂതത്തിനെ കണ്ടാൽ ഓടുകയാണ് ചെയ്യുക. ഇവരാണെങ്കിൽ പുറകിലല്ലേ പോകുന്നത്. ഗട്ടു, ഈ ഫുഡ് സ്റ്റെപ്പ് ഒക്കെ കണ്ടില്ലേ? എത്ര ഫ്രഷ് ആയിരിക്കുന്നുവെന്ന്. അതെ അതെ, ദേ കണ്ടില്ലേ, അവർ ഇതിനകത്തേക്കാണ് പോയത്. വാ വാ വാ, നമുക്ക് പോയി നോക്കാം. എന്തൊരു പ്ലേസ് ആണ്? എനിക്കും അറിയില്ല ബട്ടു, നമുക്ക് പോയി നോക്കാം. ഭയങ്കര ഇരുട്ടാണല്ലോ. വേണ്ട, മിണ്ടാതെ വരൂ, ശബ്ദം ഉണ്ടാക്കല്ലേ. ഇവിടെങ്ങും ആരുമില്ല, വാ നമുക്ക് പോവാം. ഇതെല്ലാം വൈരക്കല്ലുകളാണ്. ഓ, ഇപ്പോഴല്ലേ മനസ്സിലായത് എല്ലാവരെയും ഇവരെന്തിനാണ് പേടിച്ചയക്കുന്നതെന്ന്. എന്നാലല്ലേ ആരും വരാതിരിക്കുള്ളൂ. ചമ്മക് സിംഗ്,
നിനക്ക് സുഖമാണോ? വേഗം ചെന്നൊരു ചായ എടുത്തോണ്ട് വാ. വേഗം ചായ കൊണ്ടുവാ. നിങ്ങളിപ്പോ ഇവിടുന്ന് എവിടേക്ക് രക്ഷപ്പെടാനാ? സാറേ സാറേ സാറെന്നെ രക്ഷിക്കാൻ വന്നല്ലേ? സാറ് ഭയങ്കര സംഭവമാണ്. സാറാണ് മഹാൻ സാറേ. ഓ ഇൻസ്പെക്ടർ മൻമാനി സാർ, നോക്കൂ, എന്റെ ഐലൻഡിൽ വെറും ഡയമണ്ട്സ് മാത്രമാണ് ഉള്ളത്. ഇത് ഈ കള്ളന്മാർ ഇവിടുന്ന് മോഷ്ടിച്ച് കൊണ്ടുപോവാൻ പോവാണ് ഇൻസ്പെക്ടർ സാറേ. അറസ്റ്റ് ചെയ്യൂ, വേഗം അറസ്റ്റ് ചെയ്യൂ, എന്റെ മുൻപിൽ വെച്ച് അറസ്റ്റ് ചെയ്യൂ. സാർ, ഇപ്പോഴാണോ സാറിന്റെ ചായ കുടിക്കാൻ തോന്നിയത്? സാറിന്റെ ഇപ്പൊ ചായ കുടിക്കാനുള്ള ആഗ്രഹം നമ്മൾ എല്ലാരും ഇപ്പൊ എടുത്തിരിക്കുന്ന. ഓടിക്കോ. എവിടേക്കാ ഉണ്ട് മക്കളെ? ഹലോ മൈ ഫ്രണ്ട്. വേണ്ട, എന്നെ വിട്ടേക്കൂ. എന്നെ വിട്ടേക്ക്, ഞാൻ പോയിക്കോട്ടെ. പേടിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് തോന്നും. പക്ഷെ എന്റെ അനുവാദം ഇല്ലാതെ ആർക്കും പോവാൻ പറ്റില്ല. ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ ഇരുന്ന് കല്ല് പൊട്ടിച്ച് എനിക്ക് ഡയമണ്ട്സ് തരേണ്ടി വരും. അത് ഞാനിപ്പോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാ, ഈ ഐലൻഡ് എന്റേതാ, ഈ മൈൻസ് എന്റേതാ. നീ ആരാ? അത് നിന്റേതാരെന്ന് പറയടാ. ആരടാ നീ? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ നിനക്ക് യാതൊരു അനുവാദവും ഇല്ല. കാരണം ഇതെല്ലാം എന്റേത് മാത്രമാണ്. ഞാനാണ് ഈ ഭൂതങ്ങളെ റെഡിയാക്കിയത്. ഇവിടെ വന്ന ആർക്കും തിരിച്ചു പോവാൻ പാടില്ല. എങ്കിൽ പിന്നെ ഇവിടുത്തെ ഡയമണ്ട് മൈൻസിനെ കുറിച്ച് ആർക്കും അറിയാൻ കഴിയൂല. എങ്ങനെയുണ്ട്? ആ, മനസ്സിലായി. ഞങ്ങൾ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല. പക്ഷെ നിങ്ങൾ സറണ്ടർ ചെയ്യേണ്ടി വരും. എന്തായാലും ജയിലിൽ പോയി നിങ്ങൾക്ക് കല്ലുകൾ ഒടിക്കാം. ഇങ്ങനെ എന്തെങ്കിലും മണ്ടത്തരം പറയുന്നത് നിങ്ങളുടെയൊക്കെ പതിവായിരിക്കും അല്ലേ? നോക്കാം ആരാണ് ഇവിടെ കല്ല് പൊട്ടിക്കാൻ പോണെന്ന്. നിങ്ങൾ എല്ലാരും ഓർത്തോളൂ, ഈ ഗട്ടുവിനെ തൊടണമെങ്കിൽ ഈ ബട്ടുവിനെ താണ്ടി നിങ്ങൾ പോണ്ടി വരും. മനസ്സിലായിക്കോളൂ. എനിക്ക് വേദനിക്കുന്നേ. ഈ വാള് പൊട്ടിയല്ലോ. ഗട്ടു, സൂക്ഷിക്കേ, നീ സൂക്ഷിക്കണം. നിനക്കൊന്നും സംഭവിക്കരുത്. എന്റെ ഫ്രണ്ടിനെ തല്ലിക്കഴിഞ്ഞാൽ അവരെ ഞാൻ വെറുതെ വിടില്ല. ആരെങ്കിലും ബട്ടുയുടെ ഫ്രണ്ടിനെ തൊട്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല. ഇവന്മാര് എന്നെ തന്നെ പൊക്കി താഴ്ത്തടാ. ഗട്ടു, ഇപ്പൊ നിന്റെ ടേണാണ്. ഗട്ടു ബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിൽ എനിമീസ് ഒന്നുമല്ല. നോക്കാം.
ആര് പേടിക്കുന്നു അവര് തിരിച്ചു വീട്ടിലേക്ക് പോകണം. ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോ എനിക്ക് ഒരുപാട് പേടിയായിരുന്നു. ആവശ്യമില്ലാതെ എല്ലാരും എന്നെ പേടിപ്പിക്കുമായിരുന്നു. ഭൂതം പോലൊക്കെ വേഷിട്ടിട്ട് വരും. ഞാനിപ്പോ കൊച്ചുകുട്ടി കുഞ്ഞല്ലേ, ഞാൻ എന്ത് ചെയ്യും? പേടിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഒതുങ്ങി ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ടാ ഞാൻ പറയാറുള്ളത്, ആർക്കൊക്കെ പേടിയുണ്ടോ അവരൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന്. ഇപ്പൊ എനിക്കും പേടിയാവുന്നു. ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോട്ടെ പ്ലീസ്. ബട്ടു നീ എങ്ങോട്ടാ പോകുന്നേ? ആ പോയിക്കോളൂ സുഹൃത്ത്, പോയിക്കോളൂ. വീട്ടിൽ പോയിട്ട് നല്ലോണം റെസ്റ്റ് എടുത്തോളൂ കേട്ടോ, നല്ലോണം റെസ്റ്റ് എടുത്തോളൂ. ഇനി കരയാൻ പാടില്ല കേട്ടോ, കുറച്ചു പോലും കരയാൻ പാടില്ല. ബട്ടു ഒരു മിനിറ്റ് കട്ടു. നീ എന്താ ഈ കാണിച്ചത് ബട്ടു? അവൻ ഹീറോ അല്ല, വില്ലനാണ്. ഇൻസ്പെക്ടർ, അറസ്റ്റ് ഹിം. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. ഓടാൻ ശ്രമിക്കരുത്, കാരണം നിയമത്തിന്റെ കൈകൾക്ക് നീളം കൂടുതലാണ്. ഓടിയാൽ ഞാൻ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ജയിലിൽ പോയി കിടക്കാൻ നിങ്ങക്ക്. ഈ ജീവിതം അങ്ങനെയാണ്, വലിയവനും ചെറിയവനും എല്ലാവരും ഒന്ന് തന്നെ.